ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ എനിക്കെതിരെയോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഒരു പെൺകുട്ടി നമ്മുടെ സംസ്ഥാനത്ത് ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ നിഴല് പോലും ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പയ്യന് ഇവൻ നമുക്ക് ബ്ലർ ചെയ്യാം, കാരണം ഇവനെ വീഡിയോസിൽ മൊത്തം ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുക. ബ്ലർ ചെയ്യാൻ കാരണം ഇവന് 24 വയസ്സുള്ളൂ. അപ്പൊ ഇവന്റെ സ്ഥലപ്പേരും വീടുപേരും അതുപോലെ തന്നെ ഇവന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വീഡിയോയും ഫോട്ടോയും അടക്കമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ചെയ്ത തെറ്റ് ഞാൻ പറയാം. 24 വയസ്സുള്ള ഇവൻ ഒരു പെൺകുട്ടിയുമായിട്ട് ലിവിങ് ടുഗദറിലായിരുന്നു. ആ പെൺകുട്ടി 2 വലിയ കാര്യങ്ങൾ ഇവനിന്ന് മറച്ചു വെച്ചു. രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും വലിയ കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവൾക്ക് 30 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടെന്നുള്ള കാര്യം ഇവൾ മറച്ചു വെച്ചു. രണ്ടാമത്തെ കാര്യം, ഇവൾ വിവാഹിതയാണ്, ഇവളുടെ ഹസ്ബൻഡ് വിദേശത്താണെന്നുള്ള കാര്യം മറച്ചു വെച്ചു. ഒരു ദിവസം ഈ പയ്യനത്ത് പൊക്കി കഴിഞ്ഞപ്പോ ഇവന്റെ ആത്മാർത്ഥത കൊണ്ട് ഇവൻ ഈ പെണ്ണിന്റെ ഭർത്താവിനെ അറിയിച്ചു. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്തു? ഇവൾക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഇതിന്റെ ദേഷ്യത്തിന് ഇവൾ കൊടുത്ത കേസ്, ഇവൻ നിരന്തരമായിട്ട് ഇവളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോ അവനെ അറസ്റ്റ് ചെയ്തിട്ട് മീഡിയാസ് മൊത്തം അവനെ കാണിച്ചുകൊണ്ടിരിക്കുക. അവന്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്, അവന്റെ സ്ഥലപ്പേര് മുതൽ വീട്ടുപേര് മുതൽ ആധാർ കാർഡ് വരെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവൻ ചെയ്ത തെറ്റെന്താണ്? ഇത് ശരിക്കും തെറ്റ് ചെയ്തത് ആരാണ്? ഇവനൊരു ആൺകുട്ടി ആയതുകൊണ്ട് എനിക്കറിയില്ല എന്താ പറയണത്. കാരണം ചോദിക്കാൻ പറയാൻ ആരുമില്ല.